നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് LDC ഫൈനൽ ലാബുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഒരു റിവിഷൻ സീരീസ് ആണ് ഇത്. LDCക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടോപ്പിക് വൈസായി റിവിഷൻ ചെയ്യാനുള്ള ഒരു സീരീസ് ആണിത്. അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്തെ PSC ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ ചെയ്യാമോ മാം എന്ന്. അപ്പോൾ ഞാൻ അതിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. സുപ്രധാന നിയമങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ PSC ഈ അടുത്ത കാലത്ത് 2022, 23, 24 കാലഘട്ടങ്ങളിൽ വർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു എക്സാം പോലെ അറ്റൻഡ് ചെയ്യുക. PSC പള്ളിക്കൂടത്തിന്റെ LDC ഫൈനൽ ലാബ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്നറിഞ്ഞതിൽ സന്തോഷം. ഒരുപാട് പേര് ഇനിയും ടോപ്പിക്കുകൾ ചെയ്യണം എന്ന് പറഞ്ഞ് കമന്റ്സ് ഇടുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകൾ സ്വന്തമാക്കുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ എല്ലാ ക്ലാസ്സുകളും കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കുകയോ ചെയ്യരുത്. ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വേണ്ടത് എന്ന് വെച്ചാൽ എനിക്ക് കമന്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്കിന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിവരാവകാശ നിയമത്തിന്റെ 2005 ഏത് വകുപ്പാണ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കൽ നിർദ്ദേശിക്കുന്നത്? വിവരാവകാശ നിയമത്തിന്റെ 2005 ഏത് വകുപ്പാണ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കൽ നിർദ്ദേശിക്കുന്നത്? ഏത് വകുപ്പാണ്? സെക്ഷൻ 8 ആണ് അല്ലെ. ഓപ്ഷൻ എ സെക്ഷൻ 8 ആണ് ഇതിന്റെ ആൻസർ. വിവരാവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാനുള്ള അവകാശമാണ് അല്ലെ. ആർട്ടിക്കിൾ 19(1)(a)യിലാണ് വിവരാവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് മൗലിക സ്വാതന്ത്ര്യത്തിൽ അല്ലെ, ആർട്ടിക്കിൾ 19(1)(a). അതുപോലെ തന്നെ വിവരാവകാശം നിലവിൽ വന്നത് എപ്പോഴാണ്? 2005 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇയർ ആണ്. എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 3 അല്ലെ. സെക്ഷൻ 3 എന്താണ് പറയുന്നത്? ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉറപ്പു നൽകുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 3 ആണ്. മറക്കരുത്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് എന്ത്? വിവരാവകാശ നിയമം അല്ലെ. അപ്പോ വിവരാവകാശത്തിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 3 ആണ്. വിവരാവകാശത്തിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 2F. സെക്ഷൻ 2F എന്താണ് പറയുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. എന്തൊക്കെയാണ് ഈ വിവരങ്ങൾ എന്ന് പറയുന്നത് സെക്ഷൻ 2F ആണ്. അതുപോലെ വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ 12. ഏതാണ്? സെക്ഷൻ 12. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണം ഏതാണ്? സെക്ഷൻ 15 ആണ് അല്ലെ. സെക്ഷൻ 15 ആണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരു സ്ഥാപനം സ്വമേധയാ പ്രസിദ്ധപ്പെടുത്തേണ്ട വിവരങ്ങൾ അടങ്ങുന്നത് സെക്ഷൻ 4(1)(b)യിലാണ്. സെക്ഷൻ 4(1)(b). അതുപോലെ തന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 5 ആണ്. ഏതാണ്? വകുപ്പ് 5ലാണ് പറയുന്നത്. വിവരാവകാശ നിയമം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു നിയമമാണ്. വിവരാവകാശ നിയമത്തിന്റെ ഡീറ്റെയിൽഡ് ആയ ക്ലാസ് PSC പള്ളിക്കൂടത്തിന്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് കാണാത്തവർ പോയി കാണുക. എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ നിർവചിച്ചിരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിൽ ഡാഷ് ഉൾപ്പെടുന്ന ഏതൊരു പരസ്യവും ഉൾപ്പെടുന്നു? എന്താണ് ചോദ്യം? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ നിർവചിച്ചിരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിൽ ഡാഷ് ഉൾപ്പെടുന്ന ഏതൊരു പരസ്യവും ഉൾപ്പെടുന്നു. ഏത് തരത്തിലുള്ള പരസ്യമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിൽ ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വായിക്കാം. ഒരു ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ സ്വഭാവം, പദാർത്ഥം, അളവ് അല്ലെങ്കിൽ ഗുണനിലവാരം എന്നിവയെക്കുറിച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അത് ശരിയാണ് അല്ലെ. നെക്സ്റ്റ്, ഒരു ഉൽപ്പന്നത്തിനോ സേവനത്തിനോ തെറ്റായ ഗ്യാരണ്ടി നൽകുന്നു. അതും ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, ഉൽപ്പന്നത്തെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ മനഃപൂർവ്വം വെളിപ്പെടുത്തുന്നില്ല. അതും ശരിയാണ്.
അപ്പോ ഈ മൂന്ന് ഓപ്ഷനും ശരിയാണ്. അപ്പൊ ഇതെല്ലാം എന്തിൽ പെടും? തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിൽ പെടും. അപ്പോ ഉപഭോക്തൃ സംരക്ഷണം നിയമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. മുകളിലുള്ളവയെല്ലാം എന്നതാണ് ആൻസർ. അപ്പോ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അല്ലെ. 2019 പൂർണ്ണ ഭേദഗതിയോടെ നിലവിൽ വന്നത്. ആദ്യമായി ഈ നിയമം വന്നത് 1986 പിന്നീട് പൂർണ്ണ ഭേദഗതിയോടെ നിലവിൽ വന്നതാണ് എപ്പോഴ്? 2019. അപ്പോൾ ഉപഭോക്താക്കളുടെ ആവശ്യം, നീതി, നിയമം എന്നിവയ്ക്ക് വേണ്ടിയൊക്കെയാണ് ഏത് നിയമം വന്നത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അപ്പൊ എപ്പോഴാണ് വന്നതെന്ന് അറിയാമോ? രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9. അതായത് രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചു. അങ്ങനെ 2020 ജൂലൈ 20 നിലവിൽ വന്നത്. മറക്കരുത്, നിലവിൽ വന്നത് എപ്പോഴാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20. ഈ നിയമത്തിലെ തെറ്റായ പരസ്യങ്ങൾക്കെതിരെ സെക്ഷൻ 21 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണ സമിതിക്ക് കേസെടുക്കാവുന്നതാണ് അല്ലെ. ഈ നിയമത്തിലെ സെക്ഷൻ 21 പ്രകാരമാണ് തെറ്റായ പരസ്യങ്ങൾക്കെതിരെ കേസെടുക്കുന്നത്. ആരാണ് കേസെടുക്കുന്നത്? ഉപഭോക്തൃ സംരക്ഷണ സമിതിയാണ് കേസെടുക്കുന്നത്. അപ്പൊ തെറ്റായ പരസ്യം കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഈ ഓപ്ഷനിൽ പറഞ്ഞ പോലെയുള്ള പരസ്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം 2 വർഷം വരെ തടവും 10 ലക്ഷം വരെ പിഴയും ലഭിക്കും. ആദ്യം 2 വർഷം വരെ തടവും 10 ലക്ഷം വരെ പിഴയും ലഭിക്കും. പിന്നീട് കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ 5 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. അതുപോലെ തന്നെ പരസ്യത്തിൽ അഭിനയിച്ച ആൾക്കെതിരെയും നമുക്ക് പരാതി കൊടുക്കാം അല്ലെ. നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അതിലൊരു സിനിമാ നടനാണ് അഭിനയിച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പരസ്യത്തിൽ അഭിനയിച്ച ആൾക്കെതിരെയും നമുക്ക് പരാതി കൊടുക്കാം. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ശിക്ഷ? ആദ്യം 1 വർഷം ശിക്ഷ, പിന്നീട് ആവർത്തിക്കുകയാണെങ്കിൽ 3 വർഷം വരെയും പരസ്യ അഭിനയത്തിൽ വിലക്ക് അല്ലെ. ആദ്യത്തെ 1 വർഷം വിലക്ക് കൊടുക്കും. ആദ്യം 1 വർഷം വരെ പരസ്യ അഭിനയത്തിൽ നിന്നും വിലക്കും, പിന്നീട് ആവർത്തിക്കുകയാണെങ്കിൽ 3 വർഷം വരെ അവർക്ക് ഒരു പരസ്യത്തിലും അഭിനയിക്കാൻ സാധിക്കുകയില്ല. ഈ ഉപഭോക്തൃ സംരക്ഷണ സമിതി ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹി. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നതിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നതിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻസ് നോക്കാം. ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗഭേദവുമായി ലിംഗഭേദം പൊരുത്തപ്പെടാത്ത വ്യക്തിയാണ് ട്രാൻസ്ജെൻഡർ. ശരിയാണോ? ശരിയാണ് അല്ലെ. രണ്ടാമത്തെ ഓപ്ഷൻ, ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായാൽ മാത്രമേ ട്രാൻസ് പുരുഷനെയോ ട്രാൻസ് സ്ത്രീയെയോ ട്രാൻസ്ജെൻഡർ ആയി കണക്കാക്കാൻ കഴിയൂ. അങ്ങനെയുണ്ടോ? ഇല്ല അല്ലെ. ആ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, കിന്നർ, അരവാണി, ജോക്ത തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക സ്വത്വങ്ങളുള്ള ഒരു വ്യക്തി ട്രാൻസ്ജെൻഡർ വ്യക്തിയിൽ ഉൾപ്പെടുന്നു. ആ പ്രസ്താവന ശരിയാണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? 1ഉം 2ഉം മാത്രമാണ്, സോറി 1ഉം 3ഉം മാത്രമാണ് ശരി അല്ലെ. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. മനസ്സിലായല്ലോ. അപ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. ഇപ്പൊ കൂടുതലായി ട്രാൻസ്ജെൻഡർ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലേക്ക് മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുപോലെയുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം, 2005 ഗാർഹിക പീഡന നിയമം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഗാർഹിക പീഡന നിയമം അല്ലെ, അത് നമുക്ക് പഠിക്കാനുണ്ട്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പഠിക്കാനുണ്ട്. അതിൽ നിന്നുള്ള ചോദ്യമാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഗാർഹിക ബന്ധത്തിൽ എപ്പോഴെങ്കിലും ഒരു കുടുംബത്തിൽ ഒരുമിച്ച് താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള വിവാഹ സ്വഭാവത്തിലുള്ള ബന്ധം ഉൾപ്പെടുന്നു. അത് ശരിയാണ്. ഗാർഹിക പീഡനത്തിൽ ഏതെങ്കിലും വ്യക്തിക്ക് ശാരീരിക വേദന ഉണ്ടാക്കുന്ന വിധത്തിൽ ആവർത്തിച്ചുള്ള പീഡനങ്ങൾ ഉൾപ്പെടുന്നു. അതും ശരിയാണ്. പീഡിതയായ ഭാര്യയോ സ്ത്രീയോ ഭർത്താവിന്റെ പുരുഷ പങ്കാളിയുടെയോ ബന്ധുവിനെതിരെ പരാതി നൽകാം. അതും ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് മുകളിലുള്ളവയെല്ലാം 1, 2 and 3. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരും. അപ്പൊ ഗാർഹിക പീഡന ബന്ധത്തിൽ നമുക്ക് വിവാഹിതരായ ഭാര്യയും ഭർത്താവും തന്നെ വേണമെന്നില്ല അല്ലെ. ഒരുമിച്ച് താമസിക്കുന്നവർക്കും എന്ത് ചെയ്യാം? ഗാർഹിക പീഡന നിയമം വഴി പരാതി നൽകാം. അപ്പോ ഒരു പരാതിക്കാരിക്ക് കുടുംബത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മറ്റംഗങ്ങൾക്കെതിരെ പരാതി നൽകാവുന്നതാണ്.
പരാതിക്കാരിക്ക് എന്ത് ചെയ്യാം? കുടുംബത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഏതൊരു അംഗത്തിനെതിരെയും എന്ത് ചെയ്യാം? പരാതി നൽകാം അല്ലെ. അപ്പൊ ഗാർഹിക പീഡന നിയമത്തിന്റെ ചാപ്റ്റർ 2 എന്ത് പറയുന്നത്? ഗാർഹിക പീഡനങ്ങളെ കുറിച്ച് പറയുന്നത് ചാപ്റ്റർ 2. അതുപോലെ തന്നെ സെക്ഷൻ 3 ആണ്. അപ്പൊ ഈ ഗാർഹിക പീഡനങ്ങൾ എന്ന് പറയുന്നത് 4 വിധത്തിലുണ്ട്. ഏതാണ്? ഒന്ന് ശാരീരിക പീഡനം, രണ്ടാമത്തേത് ലൈംഗിക പീഡനം, മൂന്നാമത്തേത് വാചിക വൈകാരിക പീഡനങ്ങൾ, നാലാമത്തേത് സാമ്പത്തിക പീഡനം. അപ്പൊ ഇത് 4ഉം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം അല്ലെ. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, ഗാർഹിക പീഡനത്തിൽ ഏതെങ്കിലും വ്യക്തിക്ക് ശാരീരിക വേദന ഉണ്ടാക്കുന്ന വിധത്തിൽ എന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഗാർഹിക പീഡനത്തിൽ എന്ത് വരുന്നുണ്ട്? ഒന്നാമത്തേത് ശാരീരിക പീഡനമാണ് അല്ലെ. അപ്പൊ അത് ശരിയാണ്. ഗാർഹിക പീഡനത്തിൽ 4 തരത്തിലുള്ള പീഡനങ്ങളാണുള്ളത്. ശാരീരിക പീഡനം, ലൈംഗിക പീഡനം, വാചിക വൈകാരിക പീഡനം, സാമ്പത്തിക പീഡനം. മനസ്സിലായല്ലോ. അപ്പൊ ഈ ഗാർഹിക പീഡന നിരോധന നിയമം 2005 നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2006 ഒക്ടോബർ 26-നാണ്. 2006 ഒക്ടോബർ 26-നാണ് നിലവിൽ വന്നത്. ഗാർഹിക പീഡനം നടന്നു കഴിഞ്ഞാൽ ആരാണ് കേസ് നൽകേണ്ടത് എന്ന് ചോദിച്ചാൽ എന്ത് ആൻസർ പറയാം? ആർക്ക് വേണമെങ്കിലും കേസ് നൽകാം. ഗാർഹിക പീഡനത്തിനിരയായ സ്ത്രീക്കോ പുരുഷനോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ളവർക്കോ ബന്ധുക്കൾക്കോ മിത്രങ്ങൾക്കോ ആർക്ക് വേണമെങ്കിലും നമുക്ക് കേസ് നൽകാം അല്ലെ. അതുപോലെ തന്നെ ആർക്കാണ് കേസ് നൽകേണ്ടത് എന്ന് ചോദിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാം. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലെയും പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് പരാതി നൽകാം. പിന്നെ സേവനദാതാക്കൾക്ക് കൊടുക്കാം. അതുപോലെ മജിസ്ട്രേറ്റിന് നേരിട്ട് നമുക്ക് പരാതി കൊടുക്കാം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഭാഗത്ത് നിന്നും PSC നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരമുള്ള ഒരു കുറ്റകൃത്യം ഒരു കുട്ടിക്കെതിരെ ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ അയാൾ എത്ര സമയത്തിനുള്ളിൽ ശിശുക്ഷേമ സമിതിയിൽ റിപ്പോർട്ട് ചെയ്യണം? അപ്പോ ഈ കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ ഏതാണ്? പോക്സോ ആക്ട് ആണ് അല്ലെ. പോക്സോ നിയമമാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് അല്ലെ, പോക്സോ നിയമം. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്. 24 മണിക്കൂർ എന്നതാണ് ആൻസർ അല്ലെ. ഒരു കുട്ടിക്കെതിരെ ഒരാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ശിശുക്ഷേമ സമിതിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോ ഈ പോക്സോ നിയമം എപ്പോഴാണ് വന്നത്? 2012-ലാണ് അല്ലെ. പോക്സോ നിയമപ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത് എന്ന് ചോദിച്ചാൽ 18 വയസ്സിന് താഴെയാണ്. അതുപോലെ തന്നെ ശിക്ഷ നടപ്പാക്കുന്നതിൽ സ്ത്രീ എന്നോ പുരുഷൻ എന്നോ യാതൊരു ഭേദവുമില്ല. അതുപോലെ തന്നെ മൂന്നാം ലിംഗക്കാരും ട്രാൻസ്ജെൻഡേഴ്സും ഇതിൽ ഉൾപ്പെടുന്നതാണ്. 2012 നവംബർ 14-നാണ് ഈ നിയമം നിലവിൽ വന്നത്. നവംബർ 14-ന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ അല്ലെ. 2012 നവംബർ 14-നാണ് ഈ പോക്സോ നിയമം നിലവിൽ വന്നത്. പോക്സോ നിയമപ്രകാരം കുട്ടി ഉൾപ്പെടെ ആർക്ക് വേണമെങ്കിലും പരാതി നൽകാം അല്ലെ. എവിടെയാണ് പരാതി നൽകുക? നമുക്ക് 6 സ്ഥലങ്ങളിൽ പരാതി നൽകാം. ഏതൊക്കെയാണെന്ന് അറിയാമോ? ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാം. അതുപോലെ തന്നെ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റുകളിൽ പരാതി നൽകാം. പിന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് നമുക്ക് പരാതി കൊടുക്കാം അല്ലെ. എത്രയാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? 1098 അല്ലെ. 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. അതുപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി കൊടുക്കാം. നാഷണൽ ചൈൽഡ് കമ്മീഷൻ അല്ലെ, ദേശീയ ബാലാവകാശ കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നമുക്ക് പരാതി നൽകാം. ഇനി പോക്സോ നിയമപ്രകാരം ഒരു പരാതി നൽകുന്നതിന് കാലയളവൊന്നുമില്ല അല്ലെ. എത്ര വർഷത്തിന് ശേഷം വേണമെങ്കിലും എന്ത് ചെയ്യാം? പോക്സോ നിയമപ്രകാരം പരാതി കൊടുക്കാം. എന്നാൽ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ കുട്ടിയുടെ മൊഴി എടുക്കണം. അതുപോലെ തന്നെ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകുകയും ചെയ്യണം. അതാണ് നമുക്കിപ്പം PSC ചോദിച്ചത്. അതുപോലെ തന്നെ കുട്ടികളുടെ വിവരങ്ങൾ ഒന്നും പുറത്തു വിടാൻ പാടില്ല. മാധ്യമങ്ങളിലൊക്കെ കുട്ടി എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലെ. കുട്ടികളുടെ പേഴ്സണലായ വിവരങ്ങളൊന്നും തന്നെ മാധ്യമങ്ങൾ പുറത്തു വിടാൻ പാടില്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. കുട്ടിയുടെ വ്യക്തിത്വം വെളിവാക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് അറിയാമോ? അത് സെക്ഷൻ 23 ആണ്. കുട്ടിയുടെ
ഡീറ്റെയിൽസ് ഒന്നും പുറത്തു പറയാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 23-ലാണ്. പ്രധാനപ്പെട്ട മറ്റൊരു സെക്ഷനാണ് സെക്ഷൻ 24 അല്ലെ. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണിത്. സെക്ഷൻ 25 പറയുന്നത് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സെക്ഷൻ 28 പറയുന്നത് സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുന്നു, അതായത് കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 28 പറയുന്നത്. ഈ പോക്സോ നിയമത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് പോക്സോ കേസുകൾ രഹസ്യ വിചാരണ നടത്തണം എന്നുള്ളത്. PSC മുൻപ് ചോദിച്ച ചോദ്യമാണ് ഈ ഇൻ ക്യാമറ ട്രയൽ എന്നത് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലെ. എന്താണ് ഇൻ ക്യാമറ ട്രയൽ? അത് തന്നെയാണ് ഈ രഹസ്യ വിചാരണ. രഹസ്യ വിചാരണയ്ക്ക് പറയുന്നതാണ് ഇൻ ക്യാമറ ട്രയൽ. അപ്പൊ ഈ ഇൻ ക്യാമറ ട്രയലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് ഏത്? സെക്ഷൻ 37. ഏതാണ്? സെക്ഷൻ 37. പോക്സോ നിയമത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചു വെക്കണം. ക്ലാസ്സായി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക, ഞാൻ ക്ലാസ് എടുത്തു തരാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? എല്ലാ PSC എക്സാമിലും ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ് അല്ലെ. ശ്രീ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? മണികുമാർ ആണ് അല്ലെ. മണികുമാർ ആണ് ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. അടുത്ത ചോദ്യം, 2012 പോക്സോ നിയമത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഈ നിയമപ്രകാരം ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്ത കുട്ടിയുടെ വൈദ്യ പരിശോധന നടത്തും എന്ന ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ പ്രസ്താവന 1973 ക്രിമിനൽ നിയമത്തിലെ സെക്ഷൻ 164A പ്രകാരം നടപടിക്രമം, അത് ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, കുട്ടിയുടെ രക്ഷിതാവിന്റെയോ കുട്ടിക്ക് വിശ്വാസമോ ഉള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെ സാന്നിധ്യത്തിൽ വൈദ്യ പരിശോധന നടത്തണം. ഞാൻ നേരത്തെ പറഞ്ഞോ എന്നറിയില്ല, കുട്ടിയുടെ മെഡിക്കൽ പരിശോധന നടത്തുന്ന സെക്ഷൻ 27 ആണ്. മെഡിക്കൽ പരിശോധന നടത്തും അല്ലെ. മെഡിക്കൽ പരിശോധന നടത്തുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 27 ആണ്. അപ്പൊ ഈ പ്രസ്താവന ശരിയാണ്. അടുത്ത ഓപ്ഷൻ, മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമോ ഉള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെ അഭാവത്തിൽ മെഡിക്കൽ സ്ഥാപനത്തിന്റെ തലവൻ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ പരിശോധന നടത്തണം. ആ പ്രസ്താവന തെറ്റാണ്. കാരണം കുട്ടിയുടെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമുള്ള മറ്റാരുടെയെങ്കിലും സാന്നിധ്യത്തിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. അല്ലാതെ മെഡിക്കൽ സ്ഥാപനത്തിന്റെ തലവൻ നിർദ്ദേശിക്കുന്ന സ്ത്രീയുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ പരിശോധന നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലായാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 3ഉം ശരിയാണ്. അപ്പൊ പോക്സോ ആക്ട് വീണ്ടും ആവർത്തിച്ചു വന്നത് കണ്ടോ. അപ്പൊ ആ നിയമം തീർച്ചയായും പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള ദേശീയ കൗൺസിലിന്റെ പ്രവർത്തനമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ നോക്കാം. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സമത്വവും സമ്പൂർണ്ണ പങ്കാളിത്തവും നേടിയെടുക്കാൻ രൂപകൽപ്പന ചെയ്ത നയങ്ങളുടെയും പ്രോഗ്രാമുകളുടെയും സ്വാധീനം നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനും. ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ നോക്കാം. ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ലിംഗഭേദം മാറ്റുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനായാൽ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഈ പ്രസ്താവന തെറ്റാണ്. തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ദേശീയ കൗൺസിലിന്റെ പ്രവർത്തനമല്ല അല്ലെ. അപ്പോ ഓപ്ഷൻ സി, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പരാതികൾ പരിഹരിക്കുന്നതിന്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ. ദേശീയ കൗൺസിലിന്റെ പ്രവർത്തനമല്ലാത്തത് സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്ന് പറഞ്ഞ പ്രസ്താവന മാത്രമാണ്. ബാക്കിയെല്ലാം എന്താണ്? ദേശീയ കൗൺസിലിന്റെ പ്രവർത്തനമാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ കുറിച്ചുള്ള രണ്ടാമത്തെ ചോദ്യമാണിത് അല്ലെ. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി ആവർത്തിച്ച് വന്നതാണ്. അപ്പൊ ആ ഭാഗം കൃത്യമായി പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം ഇതാണ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പരാമർശിച്ചിരിക്കുന്ന ഉപഭോക്തൃ അവകാശമല്ലാത്തത് ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു അല്ലെ. ഇത് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഓപ്ഷൻ നോക്കാം. ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾക്ക് ഉചിതമായ വേദികളിൽ അർഹമായ പരിഗണന ലഭിക്കുമെന്ന് ഉറപ്പു നൽകി. അത് ശരിയാണ് അല്ലെ. നിയന്ത്രിത വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം, അതും നമുക്കുണ്ടല്ലോ. അപ്പൊ അതും ശരിയാണ്.
മൂന്നാമത്തെ ഓപ്ഷൻ സാധ്യമാകുന്നിടത്തെല്ലാം വിവിധ തരം ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ ഏറ്റവും കുറഞ്ഞ വിലയിൽ പ്രവേശനം ഉറപ്പാക്കാനുള്ള അവകാശം. അത് ശരിയാണോ? ഇല്ല. അങ്ങനെ ഒരു കുറഞ്ഞ വിലയൊന്നും ലഭിക്കാനുള്ള അവകാശം ആർക്കില്ല? ഒരു ഉപഭോക്താവിനില്ല. അടുത്തത് ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. അത് ശരിയാണ്. അപ്പൊ നമുക്ക് ചോദ്യത്തിൽ എന്താണ് തന്നത്? ഉപഭോക്തൃ അവകാശം അല്ലാത്തതാണ് ചോദിച്ചത്. അപ്പോ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഒരു സാധനത്തിന് വില കുറച്ച് മേടിക്കാനോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചോദിക്കാനോ വില പേശാനോ ഒന്നുമുള്ള അധികാരം ഇല്ല, അവകാശമില്ല. അല്ലെ? നമ്മൾ അധികവും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയാൽ നമ്മൾ വില പേശും, അല്ലെങ്കിൽ കുറച്ച് തരുമെന്നൊക്കെ ചോദിക്കും. അല്ലെ? അങ്ങനെ ഒരു അവകാശം ആർക്കില്ല? ഒരു ഉപഭോക്താവിനില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? വനിതാ കമ്മീഷൻ നിയമം അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. കരാർ അവകാശങ്ങളുടെയോ ബാധ്യതകളുടെയോ ലംഘനം പോലുള്ള സിവിൽ സ്വഭാവമുള്ള ഹർജികൾ കമ്മീഷനിൽ പരിഗണിക്കില്ല. അത് ശരിയാണ്. ഒരു വലിയ സ്ത്രീ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന വ്യവഹാരങ്ങൾക്ക് കമ്മീഷൻ ധനസഹായം നൽകും. ആ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ കമ്മീഷൻ സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന്റെ ആസൂത്രണ പ്രക്രിയകളിൽ പങ്കെടുക്കുകയും ഉപദേശിക്കുകയും ചെയ്യും. അതും ശരിയാണ്. അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ വരിക? മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2, 3 അല്ലെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? ഇപ്പോഴത്തെ അധ്യക്ഷ രേഖാ ശർമ്മയാണ് അല്ലെ. ആരാണ്? രേഖാ ശർമ്മ. 8ാമത്തെ ചെയർപേഴ്സൺ ആണ് രേഖാ ശർമ്മ. അതോടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ സംസ്ഥാന വനിതാ കമ്മീഷൻ ഉണ്ട് അല്ലെ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? സുഗതകുമാരിയാണ് അല്ലെ. സുഗതകുമാരി. ഇപ്പോഴത്തെ ചെയർപേഴ്സണോ? ഇപ്പോ പി സതീദേവിയാണ്. 7ാമത്തെ ചെയർപേഴ്സണായ പി സതീദേവിയാണ് ഇപ്പോഴത്തെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ഇവിടെ ഒരു ചോദ്യം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. പോഷ് ആക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? പോഷ് ആക്ട്, POSH, പോഷ് ആക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനിതകളുടെ സംരക്ഷണവുമായി അല്ലെ. തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായ ഒരു നിയമമാണ് ഏത്? പോഷ് ആക്ട്. എന്താണ് അതിന്റെ ഫുൾ ഫോം? പ്രൊഹിബിഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ആക്ട് എന്നതാണ് പോഷ് ആക്ട്. അപ്പോ ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ദേശീയ വനിതാ കമ്മീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. അടുത്ത ചോദ്യം സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് നോക്കാം. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. ശരിയാണോ? ശരിയാണ് അല്ലെ. 2ാമത്തെ ഓപ്ഷൻ അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഒടുക്കണം. അതും വളരെ ശരിയാണ്. അടുത്തത് എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. ആ പ്രസ്താവന ശരിയാണോ? അതും ശരിയാണ് അല്ലെ. അപ്പോ താഴെ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. എന്താണ് ആൻസർ? ഓപ്ഷൻ എ, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. തെറ്റായ പ്രസ്താവനയാണ്. പ്രസ്താവന ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ചോദ്യം 2 തവണ ശ്രദ്ധിച്ച് വായിക്കണം. തെറ്റായ പ്രസ്താവനയാണോ അതോ ശരിയായ പ്രസ്താവനയാണോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാവൂ. മനസ്സിലായല്ലോ? 1ാമത്തെ ഓപ്ഷൻ പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 2020 ജൂലൈ 20 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. അപ്പൊ ആ പ്രസ്താവന ശരിയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ 2ാമത്തെ ഓപ്ഷൻ നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 മധ്യസ്ഥത തർക്ക പരിഹാര സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതും ശരിയാണ് അല്ലെ. ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ 3ാമത്തെ ഓപ്ഷൻ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ല. അത് ശരിയാണോ? അല്ല അല്ലെ. ആ പ്രസ്താവന തെറ്റാണ്. കാരണം കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന, അതായത് ഇപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ഏറ്റവും കൂടുതൽ
സെയിൽ നടത്തുന്നത് അല്ലെ. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന സെയിലുകളിലും ഉപഭോക്തൃ സംരക്ഷണ നിയമം ബാധകമാണ്. ഓൺലൈനായി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ അത് എന്തെങ്കിലും കംപ്ലൈന്റ് വരികയോ മടക്കി തരികയോ ചെയ്യാതിരിക്കുകയോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോ ഈ പ്രസ്താവന എന്താണ്? ഇത് തെറ്റാണ്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ. മൂന്ന് മാത്രമാണ് തെറ്റ്. ഏതാണ് ആൻസർ? 3 മാത്രം. അടുത്ത ചോദ്യം ഇതാണ്: 61 വയസ്സുള്ള എ എന്ന വിഭാര്യനായ വ്യക്തി തന്റെ മക്കളായ എക്സ്, അയാൾക്ക് എത്രയാണ്? പുരുഷൻ 31 വയസ്സ്, വൈ സ്ത്രീ വിവാഹിത 28 വയസ്സ്, സെഡ് ആൺകുട്ടി 15 വയസ്സ് എന്നിവർക്കായി തന്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ തുല്യമായി വീതിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ ആർക്കാണ്? നമ്മുടെ വയോജന നിയമവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ. എക്സിനും വൈക്കും തുല്യമായി എന്നതാണ് ആൻസർ. അതായത് എക്സ് എന്ന് പറയുന്നത് പുരുഷനാണ്, 31 വയസ്സുണ്ട്. വൈ എന്ന് പറയുന്നത് സ്ത്രീയാണ്, വിവാഹിതയാണ്, 28 വയസ്സുണ്ട് അല്ലെ. അപ്പൊ സെഡ് എന്ന ആൺകുട്ടി, 15 വയസ്സുള്ള ഒരു ആൺകുട്ടിക്കും കൂടി സ്വത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് എന്ത് ആവശ്യമില്ല? വയോജന നിയമപ്രകാരം അയാളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയില്ല അല്ലെ. 15 വയസ്സേ ഉള്ളൂ, അവൻ കുട്ടിയാണ്. അതുകൊണ്ടാണ് സ്വത്ത് ലഭിച്ചിട്ടും അയാളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആ കുട്ടിക്ക് ഇല്ലാത്തത്. ഈ വയോജന നിയമം എന്താണ്? ഈ വയോജന നിയമം അതായത് 2007 ഇത് നിലവിൽ വന്നത് അല്ലെ. വയോജന നിയമം 2007 നിലവിൽ വന്നത്. വരുമാനമില്ലാത്തതോ സ്വയം സംരക്ഷിക്കാൻ കഴിയാത്തതോ ആയ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണിത്. അപ്പോ ഈ നിയമം നിലവിൽ വന്നത് 2008 സെപ്റ്റംബർ 24 നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2008 സെപ്റ്റംബർ 24 വയോജന നിയമം പാസാക്കിയ വർഷമാണ് ഏത്? 2007. ഈ നിയമപ്രകാരം ആർക്കാണ് സംരക്ഷണം ലഭിക്കുക? പ്രായപൂർത്തിയായ വരുമാനമുള്ള മക്കളുള്ള 60 വയസ്സിൽ താഴെയുള്ള പൗരന്മാർക്കാണ് സംരക്ഷണം ലഭിക്കുക. പ്രായപൂർത്തിയായ മക്കളായിരിക്കണം, അതുപോലെ തന്നെ വരുമാനമുള്ള മക്കളും ആയിരിക്കണം. ഇത് പരാതി നൽകാൻ സാധിക്കുന്നത് ആർക്കൊക്കെയാണ്? വ്യക്തികൾക്ക് സ്വമേധയാ പരാതി നൽകാം, അതുപോലെ തന്നെ വ്യക്തികൾക്ക് വേണ്ടി മറ്റാർക്ക് വേണമെങ്കിലും നൽകാം, പിന്നെ അംഗീകരിക്കപ്പെട്ട സംഘടനകൾക്ക് നൽകാം. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ജില്ലാ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഏജൻസികളാണ് മെയിന്റനൻസ് ട്രിബ്യൂണൽ. അപ്പൊ ഈ മെയിന്റനൻസ് ട്രിബ്യൂണലിനും സ്വമേധയാ കേസെടുക്കാം. അപ്പൊ പരാതി കൊടുക്കേണ്ടത് എവിടെയാണ്? കൊടുക്കേണ്ടത് മെയിന്റനൻസ് ട്രിബ്യൂണലിന് തന്നെയാണ്. ഈ മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സബ് ഡിവിഷണൽ ഓഫീസർ പദവിയിൽ കുറയാത്ത ഒരാളായിരിക്കണം. അതുപോലെ തന്നെ കേരളത്തിൽ RDO അല്ലെ, റവന്യൂ ഡിവിഷണൽ ഓഫീസർ ആയിരിക്കും ഇതിന്റെ പ്രസിഡന്റ്. ഈ നിയമപ്രകാരം മുതിർന്ന പൗരന്മാർ എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ളവരാണ്. അതായത് സെക്ഷൻ 2 പ്രകാരമാണ് ഈ നിയമത്തിൽ മുതിർന്ന പൗരന്മാർ 60 വയസ്സിന് മുകളിലുള്ളവരാണെന്ന് പറഞ്ഞത്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രായപൂർത്തിയായ വരുമാനമുള്ള മക്കളുള്ള 60 വയസ്സിൽ താഴെയുള്ള പൗരന്മാർക്കും എന്ത് ലഭിക്കും? സംരക്ഷണം ലഭിക്കും. അതുപോലെ തന്നെ വയോജനങ്ങളായ മാതാപിതാക്കൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്താണ് ശിക്ഷ? 3 മാസം തടവ്, 5000 രൂപ പിഴയുമായിരിക്കും. 3 മാസം തടവും 5000 രൂപ പിഴയുമായിരിക്കും മാതാപിതാക്കളെ അല്ലെങ്കിൽ മുതിർന്നവരെ ഉപേക്ഷിച്ചാലുള്ള ശിക്ഷ. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ കേസ് സ്വീകരിച്ച ശേഷം എത്ര ദിവസത്തിനുള്ളിലാണ് പരാതി തീർപ്പാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ 90 ദിവസത്തിനുള്ളിലാണ്. എത്രയാണ്? 90 ദിവസത്തിനുള്ളിൽ. അതുപോലെ തന്നെ നമുക്ക് പരാതിമേൽ എന്തെങ്കിലും അപ്പീൽ ഉണ്ടെങ്കിൽ അപ്പീൽ നൽകേണ്ടത് പരാതി തീർപ്പാക്കി 60 ദിവസത്തിനുള്ളിലാണ്. പരാതി തീർപ്പാക്കിയതിനു ശേഷം 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകണം. എവിടെയാണ് അപ്പീൽ നൽകേണ്ടത്? അപ്പല്ലേറ്റ് ട്രൈബ്യൂണലിലാണ്. എവിടെയാണ്? അപ്പല്ലേറ്റ് ട്രൈബ്യൂണൽ. അപ്പോൾ ഈ അപ്പല്ലേറ്റ് ട്രൈബ്യൂണലിന്റെ ചെയർമാൻ ആരാണ്? ജില്ലാ മജിസ്ട്രേറ്റ് ആണ്. ഓർത്തു വെക്കണം, ജില്ലാ മജിസ്ട്രേറ്റ് ആണ് അപ്പല്ലേറ്റ് ട്രൈബ്യൂണലിന്റെ ചെയർമാൻ. അടുത്ത ചോദ്യം,
അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏതാണ് അറിയാനുള്ള അവകാശ നിയമം 2005? വിവരാവകാശ നിയമം അല്ലെ? വിവരാവകാശ നിയമത്തിനെയാണ് അറിയാനുള്ള അവകാശം എന്നും കൂടി പറയുന്നത്. ആദ്യത്തെ പ്രസ്താവന നോക്കാം. പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക. അത് ശരിയാണ് അല്ലെ? സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. അതാണ് വിവരാവകാശ നിയമത്തിന്റെ മെയിൻ ഉദ്ദേശം. അടുത്തത് പൊതു അധികാരികളുടെ അധീനതയിലുള്ള എല്ലാ വിവരങ്ങളും നിശ്ചിത പരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക. അത് ശരിയാണോ? അതും ശരിയാണ് അല്ലെ? അടുത്തത് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവരുടെ രൂപവൽക്കരണം. അതും ശരിയാണ്. അപ്പോ ഇവിടെ ഏതാണ് ആൻസർ വരിക? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു വായിക്കണം. തത്വം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? നിർമ്മാതാവിന് അവസാനത്തെ അല്ലെങ്കിൽ ആത്യന്തികമായി ഉപഭോഗം നടത്തുന്ന ഉപഭോക്താവിനോട് വരെ ബാധ്യത ഉണ്ട്. വസ്തുതകൾ: എക്സ് നിർമ്മാതാവിൽ നിന്ന് സുതാര്യമല്ലാത്ത കുപ്പിയിൽ അടച്ച വൈൻ വാങ്ങുകയും തന്റെ സുഹൃത്തായ വൈക്കു പകർന്നു നൽകുകയും ചെയ്തു. അവസാനത്തെ ഗ്ലാസ് വൈൻ പകർന്നപ്പോൾ കുപ്പിയിൽ നിന്നും അഴുകിയ ഒച്ചിന്റെ അവശിഷ്ടം വൈയുടെ ഗ്ലാസ്സിൽ വീഴുകയും തൽഫലമായി വൈ കടുത്ത അസ്വാസ്ഥ്യം ബാധിക്കുകയും ചെയ്തു. അപ്പോ ഓപ്ഷൻ എ എന്താണ്? നിർമ്മാതാവിന് വൈക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ട്. ഓപ്ഷൻ ബി നിർമ്മാതാവിന് എക്സുമായിട്ടാണ് ഉടമ്പടി, എന്നാൽ വൈക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയില്ല. ഓപ്ഷൻ സി എക്സ് വൈക്ക് നഷ്ടപരിഹാരം നൽകണം. ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവ ഒന്നുമല്ല. ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ? നിർമ്മാതാവിന് വൈക്കു നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ട് എന്നതാണ് ആൻസർ. എന്തുകൊണ്ടാണ് നിർമ്മാതാവിന് വൈക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യത ഉണ്ട് എന്ന ആൻസർ ശരിയായത്? നമുക്ക് നേരത്തെ ഒരു തത്വം തന്നിട്ടുണ്ട്. എന്ത്? നിർമ്മാതാവിന് അവസാനത്തെ ഉപഭോക്താവിനോട് വരെ ബാധ്യതയുണ്ട് അല്ലെ? അതാണ് ശരി. നമ്മളിപ്പോ ഒരു സാധനം മേടിച്ചു, ഒരു ഫേസ് ക്രീം ആണ് വാങ്ങിച്ചത് എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഫേസ് ക്രീം വാങ്ങിയത് ഞാനാണ്, പക്ഷെ യൂസ് ചെയ്തത് എൻ്റെ വീട്ടിലുള്ള ഒരാളോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തോ ആയിരിക്കാം. അപ്പൊ ആ ഫേസ് ക്രീം യൂസ് ചെയ്തതിനു ശേഷം അവർക്ക് മുഖത്ത് എന്തെങ്കിലും പാടുകളോ കുരുക്കളോ അല്ലെങ്കിൽ പൊള്ളുകയോ അങ്ങനെ എന്തെങ്കിലും മുഖം വികൃതമാകുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉപഭോക്താവ് നഷ്ടപരിഹാരം നൽകേണ്ടത് എനിക്ക് മാത്രമല്ല, പിന്നെ ആർക്കു കൂടി നൽകണം? ആ ഉൽപ്പന്നം ഉപയോഗിച്ച് കേടുപാടുകൾ സംഭവിക്കപ്പെട്ട അവസാനത്തെ ഉപഭോക്താവിനോട് വരെ ആർക്ക് ബാധ്യതയുണ്ട്? ആ നിർമ്മാതാവിന് ബാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? അപ്പോ ഉപഭോക്തൃ സംരക്ഷണ നിയമം വളരെ വിശദമായി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ഈ രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 19 വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവർത്തികളാണ് പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ളത്? ഗാർഹിക പീഡന നിരോധന നിയമം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പരാതിക്കാരിക്ക് നിയമപരമായി അവകാശമില്ലെങ്കിലും എതിർ കക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിക്കുന്നത് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കിയുള്ള ഉത്തരവ്. അത് ശരിയാണ്. പരാതിക്കാരിക്ക് നിയമപരമായ ഒരു അവകാശമില്ലെങ്കിലും ആ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള അവകാശം ആർക്കുമില്ല അല്ലെ? അടുത്ത ഓപ്ഷൻ പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനുള്ള ഉത്തരവ്. അതും ശരിയാണ്. അടുത്തത് ഓപ്ഷൻ സി ആണ്. എതിർ കക്ഷിയുടെ മാതാപിതാക്കളെ പങ്കുപാർത്ത വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള ഉത്തരവ്. അത് മാത്രം ആർക്ക് അവകാശമില്ല? പരാതിക്കാരിക്ക് അവകാശമില്ല അല്ലെ? എതിർകക്ഷിയുടെ മാതാപിതാക്കളെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള ഒരു ഉത്തരവ് മാത്രം ആർക്ക് ലഭിക്കില്ല? പരാതിക്കാരിക്ക് ലഭിക്കില്ല. അപ്പൊ ഏതാണ് ആൻസർ വരിക? എയും ബിയും മാത്രം അല്ലെ? എയും ബിയും മാത്രം. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. സി വരില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരം കുട്ടി എന്ന് വെച്ചാൽ ആരാണ്? ഏതാണ് ഈ നിയമം? നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? 2012 പോക്സോ ആക്ട് ആണ്. അപ്പോ പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന് വെച്ചാൽ ഏതാണ്? 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തിയാണ്. 18 വയസ്സിൽ താഴെയുള്ള വ്യക്തിയാണ് കുട്ടിയായി പോക്സോ നിയമപ്രകാരം കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ?
അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിൽ ആരാണ്? ഇത് നമ്മൾ നേരത്തെ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളിൽ പറഞ്ഞിരുന്നു അല്ലെ. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? മിസ്സിസ് രേഖ ശർമ്മയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, മിസ്സിസ് രേഖ ശർമ്മ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? ഏതാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരും. അപ്പൊ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതൊന്ന് പഠിച്ചു വെക്കണം. ഇപ്പോ പ്രതിരോധ സേനകളൊന്നും ഏതിൽ വരില്ല, വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ല അല്ലെ. ഇപ്പോ ഓപ്ഷൻസിൽ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, അസാം റൈഫിൾസ്, ഇതൊന്നും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരുടെ സർക്കാർ ഭരണത്തെ വിശദീകരിക്കാൻ ബ്യൂറോക്രസി എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? വളരെ റെയറായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്യൂറോക്രസി എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? വിൻസെന്റ് ഡി ഗൂർനെ അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ, വിൻസെന്റ് ഡി ഗൂർനെയാണ്. അടുത്ത ചോദ്യം, ടോൾ ഫ്രീ നമ്പർ 1811 എന്നത് ആളുകൾക്ക് അവരുടെ ഏതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമർപ്പിത ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. ഏതാണ് ഈ ഹെൽപ്പ് ലൈൻ നമ്പർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പർ. ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1811 എന്നത്. അതൊന്ന് പഠിച്ചു വെക്ക്. അവസാനത്തെ ചോദ്യം ഇതാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് രംഗനാഥ മിശ്ര അല്ലെ. ഓപ്ഷൻ എ ആണ് ആൻസർ, രംഗനാഥ മിശ്ര. അപ്പോ സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്തെ ഇതുവരെ PSC ചോദിച്ച ഇമ്പോർട്ടന്റ് ആയ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തി ഇന്ന് പഠിച്ചു. അപ്പൊ എല്ലാവർക്കും ക്ലാസ് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പരമാവധി നിങ്ങൾ തന്നെ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. സുപ്രധാന നിയമങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആവർത്തിച്ചു വരുന്ന ടോപ്പിക്കുകളെല്ലാം നമ്മൾ എടുത്തു വെച്ച് തന്നെ പഠിക്കണം. നന്നായി റിവിഷൻ ചെയ്യുക. LDC ഫൈനൽ ലാബിലൂടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായി നമ്മൾക്ക് ഇനിയും കാണാം. അപ്പോൾ PSC പള്ളിക്കൂടം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത ഫൈനൽ ലാബുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.